അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈത്തുൽ മഅമൂറും സിദ്റത്തുൽ മുൻതഹയുമെല്ലാം കടന്ന് അള്ളാഹുവിൻ്റെ ഏറെ അടുത്തെത്തി മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന. ആ സാമീപ്യത്തെ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മിൽ അങ്ങനെയാണ് വിവരിക്കുന്നത്. ഒരു വില്ലിൻ്റെ രണ്ട് അഗ്രഭാഗങ്ങൾ തമ്മിലുള്ള അകലം എത്രയോ അത്രയും അടുത്തെത്തി. എന്നിട്ട് അള്ളാഹുവുമായി സംസാരിച്ചു. അള്ളാഹുവിനെ കണ്ടുവോ കണ്ടില്ലയോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും അള്ളാഹുവുമായി മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാജാത്ത്, അഭിമുഖ സംഭാഷണം നിർവഹിച്ചു എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ആ സംസാരത്തിൻ്റെ ഒടുവിലായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും 50 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയത്. മുനാജാത്ത് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ 6-ാം ആകാശത്ത് വെച്ച് മൂസാ നബി അലൈഹി സ്വലാമിനെ കണ്ടുമുട്ടുകയാണ് നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താണ് നിങ്ങളുടെ ഉമ്മത്തിന് അള്ളാഹു സമ്മാനമായി തന്നത് എന്ന് ചോദിച്ചപ്പോൾ 50 നേരത്തെ നിസ്കാരമാണ് എന്ന് മൂസാ നബിയോട് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തീർച്ചയായും മുഹമ്മദ് നബിയെ ഒരുപാടേറെയാണ്. എൻ്റെ സമുദായത്തിന് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത്രയും നേരം ഒരൊറ്റ ദിവസത്തിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉമ്മത്തിനതിന് കഴിയുമോ എന്നെനിക്ക് ആശങ്കയുണ്ട് എന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് തിരിച്ചു ചെന്ന് കുറച്ച് തരാൻ പറയണം എന്ന് പറഞ്ഞതനുസരിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. അള്ളാഹു കുറച്ച് കൊടുത്തു. വീണ്ടും മൂസാ നബിയെ കണ്ടു. പോരാ എന്ന് പറഞ്ഞു. വീണ്ടും അള്ളാഹു കുറച്ച് കൊടുത്തു. അങ്ങനെ അവസാനം 50-ന് പകരം 5, എന്നാൽ 5-ന് 50-ൻ്റെ പ്രതിഫലവും. ആ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നെ നേരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. നേരം വെളുത്തപ്പോൾ നബി ഉണരുന്നത് കിടന്നേടത്ത് തന്നെയാണ്, അതായത് ഉമ്മുഹാനിയുടെ വീട്ടിൽ. പ്രഭാത നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹായോട് നബി തങ്ങൾ പറഞ്ഞു, ഉമ്മുഹാനി ഇന്നലെ രാത്രി ഇങ്ങനെയും ഇങ്ങനെയുമെല്ലാം ഉണ്ടായി. അത് കേട്ടപ്പോൾ ഉമ്മുഹാനി നിഷ്കളങ്കയായി പറഞ്ഞു, നബിയെ, ഇതെന്നോട് പറഞ്ഞതുപോലെ അങ്ങ് ആരോടും പറയരുത്. കാരണം ഇത് പ്രത്യക്ഷത്തിൽ കേട്ടാൽ വിശ്വസിക്കാൻ ആർക്കും പ്രയാസമാകും. നബി പറഞ്ഞു, അത്തരം പ്രയാസങ്ങളെയൊന്നും ഇസ്ലാം മാനിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളെല്ലാം വിശ്വസിക്കാൻ മാനസികമായി കരുത്തുള്ളവർക്ക് മാത്രമേ ഈ ആദർശത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഞാൻ പറയുക തന്നെ ചെയ്യും. ഉണ്ടായത് സത്യമാണ്. സത്യം ഞാൻ എല്ലാവരോടും പറയുക തന്നെ ചെയ്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. നേരം പുലർന്നപ്പോൾ കഅബാലയത്തിൻ്റെ പരിസരത്തെത്തി. പ്രധാനികളൊക്കെ അവിടെയാണ് ഉണ്ടാവുക. അവിടെ ഒരു വലിയ സദസ്സുണ്ടായിരുന്നു. ആ സദസ്സിൽ നബി ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നലെ രാത്രി ഇങ്ങനെയെല്ലാം ഉണ്ടായി, ഞാൻ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുകയുണ്ടായി എന്ന് പറഞ്ഞു. സദസ്സിൽ അബൂജഹലുണ്ട്, മുത്തഇം ബിൻ ജുബൈർ ബിൻ മുത്തഇമുണ്ട്, അങ്ങനെ വലീദ് ബിൻ മുഗീറയുണ്ട്. അങ്ങനെ വളരെ പ്രധാനികളായ ആൾക്കാരെല്ലാം ഉണ്ട്. അവരെല്ലാം അത് കേട്ടപ്പോൾ ഒന്ന് പരിഹാസത്തോടെ ചിരിച്ചു. എന്നിട്ട് പിന്നെ നബിയെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ മുട്ടുകുത്തിപ്പിക്കാനും പരിഹസിക്കാനും വേണ്ടി അവർ ഓരോ വിശദാംശങ്ങളും ചോദിക്കാൻ തുടങ്ങി. നബി പറഞ്ഞിരുന്നുവല്ലോ, ഞാൻ പ്രവാചകന്മാരെയൊക്കെ കണ്ടു. എന്നാൽ ആ പ്രവാചകന്മാരൊക്കെ എങ്ങനെയുണ്ട്? ആദം നബി എങ്ങനെയുണ്ട്? മൂസാ നബി എങ്ങനെയുണ്ട്? ഈസാ നബി എങ്ങനെയുണ്ട്? ഇബ്രാഹിം നബി എങ്ങനെയുണ്ട്? അവർ ചോദിക്കാൻ തുടങ്ങി. അവരൊന്നും ഈ പ്രവാചകന്മാരെ കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടായിട്ടോ അല്ല, വെറുതെ ചോദിക്കുകയാണ്. നബിയെ പരിഹസിക്കുക എന്നുള്ള ഉദ്ദേശം. പക്ഷെ നബി ഒരിക്കലും പരുങ്ങിയില്ല. നബി ആദം നബിയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു, ഇന്ന രൂപത്തിലാണ്. ഈസാ നബിയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു. മൂസാ നബിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതോടൊപ്പം തന്നെ അവരുടെ ശാരീരികമായ വിശേഷണങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞ നബി ഇപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഏതാണ്ട് നമ്മുടെ ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫിയില്ലേ, അദ്ദേഹത്തെ പോലെ ഒരാളാണ് ആകാരത്തിൽ ഈസാ നബി എന്നൊക്കെ പറഞ്ഞു. ഇബ്രാഹിം നബിയെക്കുറിച്ച് പറഞ്ഞ പോലെ ഇബ്രാഹിം നബിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്,
എന്നെപ്പോലെയാണ് ഇബ്രാഹിം നബി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അബൂ ജഹൽ ചോദിച്ചു, ബൈത്തുൽ മുഖദ്ദസ് അതിനെത്ര വാതിലുകളുണ്ട്, എത്ര ജനവാതിലുകളുണ്ട് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ. അപ്പം നബി ആദ്യം നിഷ്കളങ്കമായി പറഞ്ഞു കൊടുത്തു, ദഖൽതു ലൈലൻ വഖറജതു ലൈലൻ, ഞാൻ രാത്രിയാണ് ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയത്, രാത്രി തന്നെ അതിൽ നിന്ന് പുറത്തു പോരുകയും ചെയ്തല്ലോ. പക്ഷേ അപ്പോഴേക്കും ആ മറുപടി മതിയാവില്ല, മാത്രമല്ല ആ മറുപടിയിൽ പിടിച്ചുകൊണ്ട് ശത്രുക്കൾ, പ്രത്യേകിച്ചും അബൂ ജഹൽ, വീണ്ടും നബിയെ പരിഹസിക്കുമെന്ന് കണ്ടതുകൊണ്ട് തന്നെ അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞയച്ചു. മഹാനായ നബിയുടെ കണ്ണിൻ്റെ മുമ്പിൽ ബൈത്തുൽ മുഖദ്ദസിനെ ഉയർത്തി കാണിച്ചു കൊടുത്തു. അവർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. അതോടുകൂടെ അവർക്ക് എല്ലാവർക്കും സന്ദേഹമായി. ഈ യാത്ര, ഇങ്ങനൊരു യാത്ര അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷെ അതേസമയം നേരത്തെ പറഞ്ഞ മറുപടികൾ പോലെയല്ല, ഇപ്പോൾ പറഞ്ഞ മറുപടികളൊക്കെ ഏതാണ്ട് ശരിയാണ്. കാരണം അവരിൽ പലരും ബൈത്തുൽ മുഖദ്ദസ് കണ്ടവരുണ്ടായിരുന്നു. പിന്നിപ്പോൾ എന്താണ്? അപ്പോൾ അവർക്ക് ആശങ്കയായി. അപ്പോൾ അംർ ബിൻ ഹിഷാം എന്ന അബൂ ജഹൽ മറ്റൊരു ശരം എടുത്ത് എയ്തു. അത് തീർച്ചയായും മുഹമ്മദിനെ വീഴ്ത്തുക തന്നെ ചെയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നായിരുന്നു അംർ ബിൻ ഹിഷാം എന്ന അബൂ ജഹലിൻ്റെ ധാരണ. പക്ഷേ അതും ഫലിച്ചില്ല. എന്തായിരുന്നു ആ കഥ എന്നല്ലേ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.